ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു എന്താണ് പലഹാരം ഉണ്ടാക്കാം. അതിന് ബ്രെഡ് ഞാൻ പൊടിച്ചിട്ട് നനച്ചിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയത് ഉള്ളി, മല്ലിയില, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല. ഇത് ഇടുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി അത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് മല്ലിപ്പൊടിയൊക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെയാണ് വേണ്ടത്. മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണ്, ഗരം മസാല അതേമാതിരി 1/4 ടീസ്പൂൺ, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ ഒരിത്തിരി കായപ്പൊടി വേണം. കാൽ സ്പൂൺ, 1/4 സ്പൂണ് കായപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. മിക്സാക്കിയിട്ട് പിന്നെ നമുക്കിതിൽ മൈദാമാവിൻ്റെ പൊടിയും അരിപ്പൊടിയും ഇടണം. അരിപ്പൊടി 2 ടീസ്പൂണാണ്. പിന്നെ മൈദാമാവ് 2 ടീസ്പൂണ്. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കുക. അപ്പോൾ നമുക്ക് മക്കളെ ഇതിപ്പോൾ ഇങ്ങനെ ഇതായിട്ടല്ലേ പൊടി പോലല്ലേ ഇരിക്കണം. അപ്പം ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കുഴഞ്ഞ മാതിരി ആക്കണം. കുറച്ച് വെള്ളത്തിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടെ വേണം.
ഇങ്ങനെ മതി, ഇത്ര മതി കേട്ടോ. ഇതാണ് പാകം. ഇനി ഇതിൽ ഏറാൻ പാടില്ല. ഏറി പറഞ്ഞാൽ പിന്നെ അത് വെള്ളം പോലെ ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് മുട്ട ഞാൻ ഇതിൽ വെച്ചിട്ട് കോട്ടിങ് ചെയ്യാൻ വേണ്ടി മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം മുട്ട അത് തൊലിച്ചിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുട്ട ഞാൻ 4 ആക്കി എടുത്തിട്ടുണ്ട്. 3 മുട്ടനെ 4 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഈ കോട്ടിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് പൊതിയുക. പൊതിയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലിന്ന് ഇങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഒരുപാട് കട്ടിയാവരുത്. കട്ടിയായിക്കഴിഞ്ഞാൽ ഉള്ളു വേവാൻ കുറച്ച് താമസം പിടിക്കും. ചിലപ്പോൾ വേകാത്ത മാതിരിയൊക്കെ തോന്നും. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. ഇതാണ്ടില്ലേ മക്കളെ, ഇങ്ങനെ ചെയ്യുക. ഇത് മുഴുവൻ ആക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം മക്കളെ നമുക്ക് എണ്ണയിൽ ഇടാം കേട്ടോ. അപ്പോൾ മക്കളെ അപ്പോഴേ നമുക്ക് ലാസ്റ്റത്തതും കൂടി ഇട്ട് കൊടുക്കുക. വെന്ത് വരട്ടെ. അപ്പം മക്കളെ ഇതാണ്ടാ, ഇത് ലാസ്റ്റത്തേണ് കേട്ടോ. ഇത് വെന്താ നമുക്ക് ഇങ്ങോട്ട് കോരാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയതായിട്ട് വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് അയക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോഴേ മക്കളെ ഇതേ എന്താണ് കമ്മിയാക്കിയിട്ട് വെക്കണം കേട്ടോ. അടുപ്പ് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ കമ്മിയാക്കി വെച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നാലാണ് അത് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക.